ഹലോ അസ്സലാമലൈക്കും. ഇന്നത്തെ ഒരു 3 പൊതിച്ചോറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. സ്നേഹം നിറഞ്ഞ പൊതിച്ചോറ് നിങ്ങൾ കാണുന്നില്ലേ? അതെന്താണെന്ന് എഴുതിയാൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ചോറ് കൊടുത്തു വിടലുണ്ട്. അത് നമുക്ക് പറ്റുന്ന എത്ര പൊതി വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ആദ്യമൊക്കെ 10 പൊതിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിനൊന്നും സാധിക്കുന്നില്ല. ഇപ്പം 3 പൊതിയേ എഴുന്നുള്ളൂ. ഒരു സംഘടനയുടെ വകയിൽ കൊടുക്കുന്നതാണ്. പറ്റുന്നത് നിങ്ങളും ഇതുപോലെയൊക്കെ ഏത് സംഘടന ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായിക്കോട്ടെ, എന്തോ ആവട്ടെ, ഇങ്ങനെയൊക്കെ ഒരു നല്ല കാര്യം ചെയ്യുന്നത് ആരാണോ അവരെ കൂടെ നമ്മൾ സഹകരിക്കുക. നമ്മളെപ്പോലത്തെ പാവപ്പെട്ടവരൊക്കെ പരിയാരത്ത് പോയി കിടക്കുന്ന സമയത്ത് ഒരു പൊതി ചോറ് കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകുന്നവരുണ്ടാവും. വീട്ടിലെ ചോറിന് കുറേ കാലമൊക്കെ കിടക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു പൊതിച്ചോറ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാൽ അതൊരു പുണ്യമല്ലേ. അപ്പോൾ നമുക്ക് 3 പൊതിച്ചോറിനായിട്ട് 3 ഇലയിലൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പൊതിച്ചോറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ കറി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ബീൻസ് തോരനുണ്ട്, ഉണക്കത്തരണ്ടി പൊരിച്ചതുണ്ട്, തേങ്ങാ ചമ്മന്തിയുണ്ട്, ഉപ്പിലിട്ട മാങ്ങയും കാന്താരി മുളകുമാണ് കേട്ടോ. ഉപ്പിലിട്ട കാന്താരി. ഇത്രയും സാധനമാണ് നമ്മൾ പൊതിച്ചോറിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ബീൻസും ഉണക്കമീനും ഒക്കെ ഒരുമിച്ചൊരു ഓരോ പൊതിയായിട്ട് ഞാൻ പൊതിച്ചോറിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. ചമ്മന്തി ഞാൻ എടുക്കുന്നത് നമ്മൾ അൽഫാമൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ മയോണീസ് കിട്ടുമല്ലോ, അതിൻ്റെ പാത്രം കഴുകി വൃത്തിയാക്കി അതിലേക്കാണ് കേട്ടോ ഞാൻ തേങ്ങാ ചമ്മന്തി എടുക്കുന്നത്. ചമ്മന്തി ചിലപ്പം പുളിച്ച് പോയാലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെ ചാനൽ നിങ്ങളെല്ലാവരും കയറി കാണണം, അതുപോലെ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മുന്നോട്ട് പോകാൻ നമ്മളെ വീഡിയോ ആയിട്ട് മുന്നോട്ട് വരണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായാലേ മതിയാവും. അങ്ങനെ തേങ്ങാ ചമ്മന്തി 3 പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ ഒന്ന് പൊതിഞ്ഞ് എടുത്ത് വെക്കാം. 3 പൊതിച്ചോറിലും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഒരു ഉപ്പിലിട്ട മാങ്ങ കണ്ടോ, എത്ര കാലം കഴിഞ്ഞാലും അതുപോലെ നിൽക്കും. അതിൻ്റെ വീഡിയോ ഞാൻ വഴിയെ ഒരു ദിവസം പറഞ്ഞു തരാം കേട്ടോ. പച്ചക്കാന്താരി നമുക്ക് നട്ടത് പൊതിച്ചോറൊന്ന് കെട്ടി വെക്കാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇങ്ങനെ ഒരു പൊതിച്ചോറ് ആയാലും കൊടുത്തു വിടാൻ പറ്റിയ ഏത് സംഘടന ആയിക്കോട്ടെ പറ്റുമെങ്കിൽ കൊടുത്തു വിടണം. കാരണം ഞാൻ ഹോസ്പിറ്റലിൽ പരിയാരത്ത് കിടന്ന സമയത്ത് എനിക്ക് വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ കൊതിയായി പോയിരുന്നു. ആ സമയത്ത് ഇതുപോലെ പോയിട്ട് ടോക്കൺ എടുത്ത് പോയിട്ടാണ് നമുക്കൊക്കെ ഈ ചോറ് കിട്ടിയിട്ടുണ്ട്. അന്ന് ഞാൻ ഒത്തിരി സന്തോഷിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് പ്രാർത്ഥനയിലും പങ്കാളിയാകാം. 3 പൊതിച്ചോറും കിട്ടി. അത് പാക്കറ്റാക്കി വെച്ചാൽ മതി കേട്ടോ. അവരാരെങ്കിലും വന്നിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യാറ്. അങ്ങനെ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.